അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനാമിക് ഇക്വേഷനെ കൺവെയൻസിൻ്റെയും സെക്ഷൻ ഫാക്ടറിൻ്റെയും ടേംസിലേക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കൺവെയൻസ് എന്താണെന്ന് എഴുതാം. കൺവെയൻസ് കെ ഈക്വൽ ടു എ സി റൂട്ടം, ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ചെസീസ് ഇക്വേഷനിലേക്ക് കിടക്കാം. വി ഈക്വൽ ടു സി റൂട്ട് എം ഐ അല്ലേ. ഇവിടെ നമ്മൾ എം ഐ എന്ന് കൊടുക്കണം, സിൻസ് ദ ഫ്ലോ ഈസ് ഗ്രാജുവലി വേരിയിങ്. അപ്പോൾ നമുക്ക് ഇവിടെ വി സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? സി സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ വി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു ക്യൂ ബൈ എ ആണല്ലോ. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ. ഇവിടെ നമുക്ക് ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ സി സ്ക്വയർ എം വിൽ ബി ഈക്വൽ ടു ഐ ഇ. അപ്പോൾ ഇതിൽ കെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു എ സി റൂട്ട് എം അല്ലേ. അപ്പോൾ നമുക്കവിടെ കെ സ്ക്വയർ എന്തായിരിക്കും? എ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു എം ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന എ സ്ക്വയർ സി സ്ക്വയർ എമ്മിനെ ഈ കാണുന്ന കെ സ്ക്വയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐ ഇ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഐ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ യൂണിഫോം ഫ്ലോ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അതായത് യൂണിഫോം ഫ്ലോയിൽ ഈ ഒരു ഇക്വേഷന് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം യൂണിഫോം ഫ്ലോയിൽ ഡി എച്ച് ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐ ബി ഈക്വൽ ടു ഐ ഇ ആയിരിക്കും. അതുപോലെ യൂണിഫോം ഫ്ലോയിൽ നമ്മൾ ഡെപ്തിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഡെപ്ത്, അതുപോലെ സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ലോപ്പ്. ഇതെല്ലാം നമ്മൾ ചെറിയ നോട്ട്സായിട്ട് 4th മോഡ്യൂളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് യൂണിഫോം ഫ്ലോയിലുള്ള കൺവെയൻസിനെ വിളിക്കുന്ന പേരാണ് നോർമൽ കൺവെയൻസ്. അതായത് വെൻ ദ ഫ്ലോ ഈസ് യൂണിഫോം ദ കൺവെയൻസ് ക്യാൻ ബി ടേക്കൺ ആസ് നോർമൽ കൺവെയൻസ് അല്ലേ. അപ്പോൾ അവിടെ കെ എന്തായി മാറും? കെ എൻ ആയി മാറും. അപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം യൂണിഫോം ഫ്ലോയിൽ ഈ ഒരു ഇക്വേഷന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഐ എന്ന് എഴുതുന്നതിന് പകരം ഐ ബി എന്ന് എഴുതാമല്ലോ. കാരണം ഐയും ഐ ബിയും സെയിം ആണ്. അപ്പോൾ ഐ ബി ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ കെ എൻ സ്ക്വയർ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ കാണുന്ന രണ്ട് ഇക്വേഷനും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഐ ഇ ഡിവൈഡ് ബൈ ഐ ബി വിൽ ബി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ സ്ക്വയർ ബൈ കെ എൻ സ്ക്വയർ. അപ്പോൾ അതെന്താവും? കെ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാം. ഐ ഇ ഡിവൈഡ് ബൈ ഐ ബി ഈസ് ഈക്വൽ ടു കെ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ സെക്ഷൻ ഫാക്ടറിലേക്ക് കിടക്കണം. അല്ലേ, സെക്ഷൻ ഫാക്ടർ ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ ടി. ഇത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എന്താ എഴുതാം? എ ക്യൂബ് ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ക്യൂ സ്ക്വയർ ബൈ ജി ഈക്വൽ ടു എ ക്യൂബ് ഡിവൈഡ് ബൈ ടി അല്ലേ. ഇതിപ്പോൾ ഇവിടെ നോക്കട്ടെ, ക്യൂ സ്ക്വയർ ബൈ ജി ഈക്വൽ ടു എ ക്യൂബ് ഡിവൈഡ് ബൈ ടി. ഇങ്ങനൊരു റിലേഷൻ നമ്മൾ 4th മോഡ്യൂളിൽ പഠിച്ചതാണ് അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എ ക്യൂബ് ബൈ ടീനെ നമുക്ക്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ സെക്ഷൻ ഫാക്ടറിനെ നമുക്ക് ഇസഡ് സി എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് സെക്ഷൻ ഫാക്ടർ അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇസഡ് സി. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഈ സെക്ഷൻ ഫാക്ടർ എന്ത് സംഭവിക്കും? അത് എ ക്യൂബ് ഡിവൈഡ് ബൈ ടി റേസ്റ്റ് ടു 1/2 അല്ല അറ്റ് സി. അവിടെയും നമുക്ക് സി എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് സെക്ഷൻ ഫാക്ടർ അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ക്യൂബ് ബൈ ടി അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ. അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ എ ക്യൂബ് ബൈ ടി അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ക്യൂ സ്ക്വയർ ബൈ ജി ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് എഴുതാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്കെന്ത് കിട്ടും? ഇസഡ് സി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും.
അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇസെഡ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും? ഇസെഡ് സി ഇസിക്കൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ആണ്. ഇസെഡ് ഇസിക്കൽ ടു ഇസെഡ് സ്ക്വയർ ഇസിക്കൽ ടു എ ക്യൂ ബൈ ടി ആണ്. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസെഡ് സി സ്ക്വയർ ഡിവൈഡ് ബൈ ഇസെഡ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ക്യൂ ബൈ ടി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ജി എ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇസെഡ് സി സ്ക്വയർ ഡിവൈഡ് ബൈ ഇസെഡ് സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ്. അപ്പോൾ ഈ ഒരു റിലേഷനും തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്? ഐ ഡിവൈഡ് ബൈ ഐ ബി കിട്ടിയിട്ടുണ്ട്, കെ എൻ ഡിവൈഡ് ബൈ കെ ദ ഹോൾ സ്ക്വയർ. അതുപോലെ ഇസെഡ് സി ഡിവൈഡ് ബൈ ഇസെഡ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഡയനാമിക് ഇക്വേഷൻ്റെ ചെറിയൊരു പോർഷൻ വി സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നൊരു പോർഷൻ അതിനുണ്ട്. അപ്പോൾ നമുക്ക് വി സ്ക്വയർ ബൈ ജി എച്ച് അല്ലേ, വി സ്ക്വയർ ബൈ ജി എച്ച് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് എടുത്തിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്യുക അല്ലേ. വി സ്ക്വയർ ബൈ ജി എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിനെ നമുക്ക് ക്യൂ ബൈ എന്ന് എഴുതാം. അപ്പോൾ വി സ്ക്വയർ ഇസിക്കൽ ടു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ജി എച്ച് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എനെ നമുക്ക് എന്തെഴുതാം? ബി എച്ച് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കിതെന്താവും? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു ജി എച്ച് എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് എഴുതാം? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എച്ച് ക്യൂബ് ഇൻറ്റു ജി എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ ബി സ്ക്വയർ എച്ച് ക്യൂബ് ഉണ്ട്. അപ്പോൾ എനിക്കിതിനെ ഒരു ബി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി ക്യൂബ് എച്ച് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്കിതിനെ എ ക്യൂബ് എന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെന്ത് കിട്ടും? ക്യൂ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ ബി ക്യൂബ് എച്ച് ക്യൂബ് അല്ലേ, ബി ക്യൂബ് ഇൻറ്റു എച്ച് ക്യൂബ് ഇൻറ്റു ജി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു ജി എന്ന് എഴുതിക്കൂടെ? ഇവിടെ എനിക്ക് ഇതൊരു റെക്റ്റാങ്കുലർ ചാനലാണ്. അപ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ടോപ്പ് വിഡ്ത്ത് ടി ആയിരിക്കും. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ഇൻറ്റു ടി ഡിവൈഡ് ബൈ എ ക്യൂബ് ഇൻറ്റു ജി എഴുതാമല്ലോ ഇൻ ദ കേസ് ഓഫ് റെക്റ്റാങ്കുലർ ചാനൽ. അപ്പോൾ എനിക്ക് വി സ്ക്വയർ ബൈ ജി എച്ചിനെ എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതും ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ചില കണ്ടീഷൻസ് കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടി, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടി, പിന്നെ നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ കിട്ടി അല്ലേ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഡയനാമിക് ഇക്വേഷനെ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഡയനാമിക് ഇക്വേഷൻ എഴുതാം. ഡി എച്ച് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഐ ബി മൈനസ് ഐ ഇ ഡിവൈഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഐ ബി പുറത്തെടുക്കാം. ഐ ബി ഇൻറ്റു 1 മൈനസ് ഐ ഇ ബൈ ഐ ബി ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി സ്ക്വയർ ബൈ ജി എച്ച് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഐ ഇ ബൈ ഐ ബി നമുക്കറിയാം അല്ലേ. ഇതവിടെ ഐ ഇ ബൈ ഐ ബി ക്യാൻ സ്ക്വയർ ബൈ കെ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ വി സ്ക്വയർ ബൈ ജി എച്ച് നമുക്കറിയാം. വി സ്ക്വയർ ബൈ ജി എച്ച് ഇസ്ക്വയർ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ്. അതുപോലെ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്താണെന്ന് നമ്മൾ കണ്ടു? ഇസെഡ് സി ബൈ ഇസെഡ് ദ ഹോൾ സ്ക്വയർ ആണെന്ന് കണ്ടു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഡി എച്ച് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു 1 മൈനസ് കെ എൻ ബൈ കെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 1 മൈനസ് ഈ വി സ്ക്വയർ ബൈ ജി എച്ചിനെ ഞാൻ അങ്ങനെ എഴുതും? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്ന് എഴുതും. എന്നിട്ട് ആ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ തന്നെ ഇസെഡ് സി ബൈ ഇസെഡ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ നേരിട്ട് ഇസെഡ് സി ബൈ ഇസെഡ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഇസെഡ് സി ബൈ ഇസെഡ് ദ ഹോൾ സ്ക്വയർ.
അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡൈനാമിക് ഇക്വേഷന് എനിക്ക് ഇൻ ടേംസ് ഓഫ് കൺവെയൻസ് ആൻഡ് സെക്ഷൻ ഫാക്ടർ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കൺവെയൻസിൻ്റെയും സെക്ഷൻ ഫാക്ടറിൻ്റെയും ഒക്കെ വാല്യൂ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതേ ഡൈനാമിക് ഇക്വേഷനെ തന്നെ മറ്റ് ചില വേരിയബിൾസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കൽ ഡെപ്ത്, നോർമൽ ഡെപ്ത്, ഇതിൻ്റെ എല്ലാം ടേംസിലേക്ക് നമുക്ക് ഈ ഡൈനാമിക് ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്ന് അറിയാം. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ദ ഡെപ്ത് അറ്റ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലേ. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫൂഡ് നമ്പർ 1 ആവുന്ന കണ്ടീഷൻ. അതുപോലെ നോർമൽ ഡെപ്ത് എന്താണെന്ന് അറിയാം. നോർമൽ ഡെപ്ത് ഈസ് ദ ഡെപ്ത് കറസ്പോണ്ടിങ് ടു യൂണിഫോം ഫ്ലോ അല്ലേ, HN. അപ്പോൾ HN-ഉം HC-യുടെയും ടേംസിൽ നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു ഡൈനാമിക് ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ദ ചാനൽ ഈസ് അസ്യൂംഡ് ടു ബി റെക്റ്റാങ്കിൾ, അതോടൊപ്പം ദ ചാനൽ ഈസ് അസ്യൂംഡ് ടു ബി എ വൈഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ വൈഡ് റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഉള്ള വേരിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ V is equal to C√MIE ആണല്ലോ. അപ്പോൾ അതിൻ്റെ കേസിൽ M എന്ന് വിളിക്കുന്നത് ഹൈഡ്രോളിക് റേഡിയസ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഇൻ കേസ് ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെയാണ് എഴുതുക. റെക്റ്റാങ്കിൾ കേസിൽ നമുക്ക് അല്ലേ ബ്രെഡ്ത്തും ഡെപ്തും ഉണ്ട്. ഡെപ്ത് H, ബ്രെഡ്ത്ത് B അല്ലേ. ഇവിടെ A/P ആയിരിക്കും ഹൈഡ്രോളിക് റേഡിയസ് M എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോ ഏരിയ, P എന്ന് പറയുന്നത് വെറ്റഡ് ഏരിയ അല്ലേ. അപ്പോൾ വെറ്റഡ് ഏരിയ അല്ലെങ്കിൽ വെറ്റഡ് ലെങ്ത്ത്. അപ്പോൾ P എന്ന് ഉദ്ദേശിക്കുന്നത് ഈ B പ്ലസ് ഈ H പ്ലസ് ഈ H ടോട്ടൽ വെറ്റഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്കിതിനെ B പ്ലസ് 2H എന്ന് എഴുതാം. അപ്പോൾ A എന്ന് പറയുന്നത് BH ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, BH ഡിവൈഡഡ് ബൈ B പ്ലസ് 2H എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വൈഡ് റെക്റ്റാങ്കുലർ ചാനലാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ല. അപ്പോൾ നമുക്കിത് വളരെ വൈഡായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ H എന്ന് പറയുന്നത് വളരെ സ്മോളായിരിക്കും കമ്പയർഡ് ടു ദ ബ്രെഡ്ത്ത്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഇവിടുത്തെ H വാല്യൂ ക്യാൻ ബി ടേക്കൺ ആസ് 0. അപ്പോൾ നമുക്ക് M is equal to എങ്ങനെ എഴുതാം, BH ഡിവൈഡ് ബൈ B പ്ലസ് 0. അപ്പോൾ അൾട്ടിമേറ്റ്ലി ബിയും ബിയും കട്ടായി പോകും, H എന്ന് കിട്ടും അല്ലേ. അതായത് നമുക്ക് എമ്മിനെ നമുക്ക് H എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. V is equal to C into root of M into IE. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, വിനെ നമുക്ക് ഡയറക്റ്റ്ലി Q ബൈ A എന്ന് എഴുതാമല്ലോ. അപ്പോൾ Q ബൈ A is equal to എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം, C ഇൻറ്റു റൂട്ട് ഓഫ് H ഇൻറ്റു IE എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എനെ നമുക്ക് BH എന്നും എഴുതാം. അപ്പോൾ Q ക്യാൻ ബി റിട്ടേൺ ആസ് B ഇൻറ്റു H ഇൻറ്റു C ഇൻറ്റു റൂട്ട് ഓഫ് H ഇൻറ്റു IE എന്ന് എഴുതാം അല്ലേ. അതായത് B ഇൻറ്റു H ഇൻറ്റു C ഇൻറ്റു H⁻² ഇൻറ്റു IE⁻². അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഇവിടെ H-ഉം H⁻² കൂടി കഴിഞ്ഞാൽ H⁻³ കിട്ടും അല്ലേ. അപ്പോൾ Q ക്യാൻ ബി റിട്ടേൺ ആസ് B ഇൻറ്റു C ഇൻറ്റു H⁻³ ഇൻറ്റു IE⁻². അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമുക്കിത് തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് അറിയാം H is equal to ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നമ്മൾ യൂണിഫോം കണ്ടീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ യൂണിഫോം കണ്ടീഷനിൽ H is equal to HN ആയിരിക്കും. അതായത് യൂണിഫോം കണ്ടീഷനിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് നോർമൽ ഡെപ്ത് HN ആയിരിക്കും. അപ്പോൾ നമുക്ക് അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷനല്ല, യൂണിഫോം കണ്ടീഷൻ, യൂണിഫോം ഫ്ലോ കണ്ടീഷൻ നമുക്ക് ഡെപ്ത് H is equal to നോർമൽ ഡെപ്ത് HN എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതോടൊപ്പം DH/dx എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ IB ഈക്വൽ ടു IE ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് IE-നെ IB എന്ന് എഴുതാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ ഇക്വേഷനിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ യൂണിഫോം ഫ്ലോയിലുള്ള കണ്ടീഷൻ എന്താണെന്ന് കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് വി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, സി ഇൻറ്റു റൂട്ട് ഓഫ് എം ഇൻറ്റു ഐ എന്നുള്ളിടത്ത് എന്ത് എഴുതാം, ഐ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എം ഇൻറ്റു ഐ ബി എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് എമ്മിനെ എച്ച് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എച്ച് എന്ന് എഴുതുമ്പോൾ നമ്മളിവിടെ എച്ച് എന്നല്ല എച്ച് എൻ എന്നാണ് എഴുതേണ്ടത്, കാരണം യൂണിഫോം ഫ്ലോ കണ്ടീഷനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ വരും, വിനെ ഞാൻ ക്യൂ ബൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ക്യൂ ബൈ എനെ ക്യൂ ബൈ ബി എച്ച് എന്ന് തന്നെ എഴുതാമല്ലോ. ക്യൂ ബൈ ബി എച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് എൻ എന്നാണ് എഴുതേണ്ടത് ഇൻറ്റു ഐ ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സും എന്ത് കിട്ടും, ക്യൂ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് ഇൻറ്റു സി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് എൻ ഇൻറ്റു ഐ ബി. ഇതിന് നമുക്ക് ബി ഇൻറ്റു എച്ച് ഇൻറ്റു സി ഇൻറ്റു എച്ച് എൻ റേസ് ടു 1/2 ഇൻറ്റു ഐ ബി റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും, ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് സി ഇൻറ്റു ബി ഇൻറ്റു എച്ച് എൻ റേസ് ടു 1/2 ഇൻറ്റു ഐ ബി റേസ് ടു 1/2 അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും അല്ല, എച്ച് എൻ റേസ് ടു 1/2 ഇൻറ്റു എച്ച് എൻ, ഇവിടെ എച്ച് എൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ബി ഇൻറ്റു എച്ച് എൻ ആയിരിക്കും. ഏരിയ ക്യാൻ ബി റിട്ടൺ ആസ് ബ്രെഡ്ത്ത് ഇൻറ്റു നോർമൽ ഡെപ്ത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ എച്ച് എൻ കിട്ടും, ഇവിടെ എച്ച് എൻ കിട്ടും. അപ്പോൾ എച്ച് എൻ റേസ് ടു എച്ച് എൻ ഇൻറ്റു എച്ച് എൻ റേസ് ടു 1/2, എച്ച് എൻ റേസ് ടു 3/2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ബി ഇൻറ്റു എച്ച് എൻ റേസ് ടു 3/2 ഇൻറ്റു ഐ ബി റേസ് ടു 1/2. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു കണ്ടീഷനായിട്ട് എഴുതി വെക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ രണ്ട് കണ്ടീഷൻസും കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ടിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം, നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് ബി ഇൻറ്റു സി ഇൻറ്റു എച്ച് റേസ് ടു 3/2 ഇൻറ്റു ഐ ഇ റേസ് ടു 1/2. അത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം, അത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സി ഇൻറ്റു ബി ഇൻറ്റു എച്ച് എൻ റേസ് ടു 3/2 ഇൻറ്റു ഐ ബി റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ കട്ടായി പോകും, സിയും ബിയും എല്ലാം കട്ടാവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എച്ച് റേസ് ടു 3/2 ഐ റേസ് ടു 1/2 എച്ച് എൻ റേസ് ടു 3/2 ഐ ബി റേസ് ടു 1/2 ഈ ടേംസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് റേസ് ടു 3/2 ഇൻറ്റു ഐ ഇ റേസ് ടു 1/2 വിൽ ബി ഈക്വൽ ടു എച്ച് എൻ റേസ് ടു 3/2 ഇൻറ്റു ഐ ബി റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിലെന്ത് കിട്ടും, അപ്പോൾ ഇതിൽ ഐ ഇ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ഐ ബി റേസ് ടു 1/2 ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് ഇത് ഡിവൈഡ് ബൈ ഇത് ഈക്വൽ ടു എച്ച് എൻ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ എച്ച് റേസ് ടു 3/2 ആയിരിക്കുമല്ലോ. ഒന്ന് റീഅറേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 1/2 3/2 എല്ലാം പോയിട്ട് 1ഉം 3ഉം ഒക്കെ കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇ ഡിവൈഡ് ബൈ ഐ ബി വിൽ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം, എച്ച് എൻ ക്യൂബ് ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് അപ്പോൾ എച്ച് എൻ ഡിവൈഡ് ബൈ എച്ച് ദ ഹോൾ ക്യൂബ് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഡൈനാമിക് ഇക്വേഷനിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്ത കണ്ടീഷൻ നമുക്കിവിടെ ഒന്നുകൂടി എടുക്കാം. അതായത് വി സ്ക്വയർ ബൈ ജി എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഡെറിവേഷനിൽ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക, നമ്മൾ ടൈം കളയുന്നില്ല, ഒന്നുകൂടി അത് സ്റ്റെപ്സായിട്ട് എഴുതുന്നില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻ നോക്കുക, ഈ ഒരു റിലേഷനും കൂടെ നമ്മൾ കണ്ടുവെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ക്യൂ സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി ആണെന്നുള്ള കണ്ടീഷൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഡെറിവേഷനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യൂ സ്ക്വയർ ബൈ ജി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. അതിൽ എ ക്യൂബ് ക്യാൻ ബി ടേക്കൺ ആസ് ബി ക്യൂബ് ഇൻറ്റു എച്ച് സി ക്യൂബ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ടി ക്യാൻ ബി ടേക്കൺ ആസ് ബി, അതായത് ടോപ്പ് വിഡ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് റെക്ടാങ്കുലർ ചാനൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ
G can be written as a cube by T, which is equal to B cube into HC cube divided by B എന്ന് കിട്ടും. അപ്പോൾ അതെന്ത് കിട്ടും? B square into HC cube എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ A cube by T is equal to B square into HC cube എന്ന് എഴുതിയല്ലോ. അപ്പോൾ നമുക്കിതിനെ T by A cube, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by B square into HC cube അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്തിനാ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു T by A cube ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആണ് നമുക്കിവിടെ T by A cube നമ്മളിവിടെ റെസിപ്രോക്കലായിട്ട് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഈ പറഞ്ഞ T by A cube നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ Q square T by G A cube എന്തായി മാറും നോക്കാം. Q square T by G A cube become B square into HC cube divided by B square into H cube, which will be equal to HC cube divided by H cube അല്ലേ? ഇങ്ങനെയായി മാറും. അപ്പോൾ നമ്മൾ Q square T by G A cube can be written as HC cube divided by H cube. അപ്പോൾ ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കാം. ഇനി നമുക്ക് ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും ഡയനാമിക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ? IE by IB equal to HN cube divided by H cube, അതുപോലെ Q square T by GA cube is equal to HC cube divided by H cube. ഇത് രണ്ടും നമുക്ക് ഡയനാമിക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? DH by DX is equal to എന്ന് പറഞ്ഞിട്ട് IB minus IE divided by 1 minus B square by GH അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ IB into 1 minus IE by IB എന്ന് എഴുതി ഡിവൈഡ് ബൈ 1 minus Q square T by GA cube അല്ലേ? എന്നിട്ട് ഈ പറഞ്ഞ Q square T by GA ക്യൂബും അതുപോലെ IE by IB എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും? DH by DX is equal to എന്ന് പറഞ്ഞിട്ട് IB into 1 minus HN by H the whole cube divided by 1 minus HC by H അല്ലേ? HC by H the whole cube. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഡയനാമിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് നോർമൽ ഡെപ്ത്, അതായത് ക്വസ്റ്റനിൽ ക്രിട്ടിക്കൽ ഡെപ്ത് നോർമൽ ഡെപ്ത് ഒക്കെ തരുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡിഫറൻറ്റ് ടേംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഡയനാമിക് ഇക്വേഷനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. എന്നിട്ട് പ്രോബ്ലം വന്നാൽ ഏതാണ് വാല്യൂ തരുന്നത് അതിനനുസരിച്ച് ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് അത് ഡിറൈവ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്